നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കൈരളി ന്യൂസിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: തന്തൂരി റൊട്ടി പാചകം ചെയ്യുന്നതിനിടെ അതിലേക്ക് തുപ്പുന്ന പാചകക്കാരൻ, വീഡിയോ പുറത്ത്, വിമർശനം കനക്കുന്നു. സാധാരണഗതിയിൽ കൈരളി ഇത്തരമൊരു വാർത്ത എടുക്കാത്തതാണ്. എന്തുകൊണ്ടാണ് അവർ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നറിയില്ല. എന്തായാലും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നിടത്ത് നല്ല രീതിയിൽ തന്നെ കൈരളിക്ക് ചീത്തയും മറ്റുമൊക്കെ ഉണ്ട്. രസകരമായിട്ടുള്ള കമൻറ്റുകൾ വേറെയുണ്ട്. എന്തായാലും ഭക്ഷണത്തിൽ തുപ്പുന്ന ഏത് വാർത്ത വന്നാലും ഉടനെ കുറച്ച് ഇസ്ലാം വിശ്വാസികൾ വന്ന് അത് തുപ്പുന്നതല്ല, ഊതുന്നതാണ് എന്ന് ന്യായീകരിക്കാറുണ്ട്. ഭക്ഷണത്തിൽ ഊതുന്നത് പോലും ഹറാം എന്നരുളിയ പ്രവാചകൻ എങ്ങനെയാണ് തുപ്പുന്നത് അനുവദിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഊതുന്നത് ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് തുപ്പുന്ന വാർത്തകൾക്ക് കീഴിലൊക്കെയും വന്ന് തുപ്പുന്നതല്ല, പകരം ഹറാമായ ഊതലാണ് അത് എന്ന് ന്യായീകരണം നിരത്തുന്നത്? യഥാർത്ഥത്തിൽ ഊതുന്നത് ഹറാമാണെന്നും ഉമിനീർ കലർത്തി ബർക്കത്താക്കുന്നതാണ് ശരിയെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാമിക പുരോഹിതന്മാർ തന്നെയല്ലേ? തുപ്പുന്നതിനെയൊക്കെ ന്യായീകരിച്ച് എത്രയെത്ര വീഡിയോകളാണ് പുരോഹിതന്മാരുടേതായി പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുപ്പുന്നത് സംബന്ധിയായ ഒരു വാർത്ത വന്നാലോ അതുകണ്ട് ഒരു സംഘിയോ നിരീശ്വരവാദിയോ പരിഹസിച്ചാലോ അപകർഷത തോന്നേണ്ടവനല്ല യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസി. പ്രവാചകൻ അനുഗ്രഹിക്കുന്നതിനായി തുപ്പുന്ന നിരവധി പരാമർശങ്ങൾ വിവിധ ഹദീസുകളിൽ തന്നെ ഉണ്ടല്ലോ. തങ്ങന്മാർ, ഉസ്താക്കന്മാർ, മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാർ എന്നിവർ ബർക്കത്തുള്ളവരാണെന്ന് വിശ്വസിക്കുകയും ഖുർആൻ ഓതി അവർ മന്ത്രിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യമാണെന്ന് നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം വിശ്വസിച്ചു പോരുന്നതാണ്. ഇലക്ഷൻ പ്രചരണത്തിന് SDPIയുമായി സഹകരിച്ചു നിന്ന സമയത്ത് കുറച്ച് വിശ്വാസികൾ കാര്യസിദ്ധിക്കും വിജയത്തിനും വേണ്ടി ദേഹത്ത് തുപ്പി എന്ന് പറഞ്ഞത് PC ജോർജാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പല പ്രധാന നടീനടന്മാരുടെ ദേഹത്തും അമീർ ഖാൻ തുപ്പിയിരുന്നതായി വാർത്തകൾ വന്നിട്ടുണ്ട്. മലവും മൂത്രവും ഛർദിലുമൊക്കെ പോലെ വർജിക്കപ്പെടേണ്ട വസ്തുവല്ല ഉമിനീർ എന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെയും ഉമിനീർ കലർന്ന് തന്നെയാണ് ഉള്ളിലേക്ക് എത്തുന്നതെന്നും അത് അല്പം ദേഹത്ത് പുരണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നുമാണ് പുരോഹിതർ തന്നെ അവകാശപ്പെടുന്നത്. വിശ്വാസികൾക്കൊക്കെയും ഇതൊന്നും ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവുമില്ലായിരിക്കാം. പക്ഷേ അത് വകവെച്ചു കൊടുക്കാനുള്ള മനസ്സ് മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല എന്ന് തുപ്പുന്നവർ ദയവായിട്ട് ഓർക്കണം. അതുകൊണ്ട് വിശ്വാസമുള്ളവർ കുടുംബസമേതം ഇതൊക്കെ ഭക്ഷണമാക്കിക്കൊള്ളൂ. പക്ഷേ ഇമാതിരി തോന്നിയാസം നടത്തി ആളുകൾക്ക് ഭക്ഷണം വിളമ്പരുത്. ആളുകൾ പൈസ മുടക്കുന്നത് നിങ്ങളുടെ ഉച്ഛിഷ്ടം ഭുജിക്കാനല്ല എന്ന് ദയവായി ഓർക്കണം. അതുപോലെ വിശ്വാസമില്ലാത്തവരെ ക്ഷണിച്ചു വരുത്തി ഇമാതിരി തുപ്പിയതും ചീറ്റിയതുമൊന്നും തീറ്റിക്കുകയും അരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾ തുപ്പുകയോ അല്ലെങ്കിൽ ഊതുകയോ ഒക്കെ ചെയ്തോളൂ. നിങ്ങൾ മാത്രമടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഒരു വിരോധവുമില്ല. മറിച്ച് ഹോട്ടലുകളിലോ മറ്റേതെങ്കിലും നിങ്ങൾ ക്ഷണിച്ചിട്ട് അവിടെ വിവിധ മതസ്ഥരായിട്ടുള്ളവർ പങ്കെടുക്കാൻ വരികയോ ചെയ്യുന്ന ഒരു ചടങ്ങിൽ ദയവായി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നത് ശരിക്കും ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് ഒരുപാട് തവണയായി കേൾക്കുന്നത്. നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി തുപ്പുകയല്ല ഊതുകയാണ് എന്ന് പറഞ്ഞാലും ശരി, ഇനി ഊതുകയും വേണ്ട, ഇനി നിങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങാണെങ്കിൽ ആയിക്കോളൂ, നിങ്ങളതിനകത്ത് തുപ്പുകയോ ഊതുകയോ അതിൻ്റെ അപ്പുറം വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഒരു പൊതു സമൂഹത്തിനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ തൽക്കാലം അഭ്യർത്ഥിക്കുന്നുള്ളൂ. കൈരളി ഏത് സാഹചര്യത്തിലാണ് ഇത് കൊടുത്തത് എന്നറിയില്ല. കൈരളി ചാനലിൻ്റെ ആ വാർത്തയ്ക്ക് താഴെ നല്ല രസമാണ്. ഇനിയൊരു പക്ഷേ മുൻപുണ്ടായതുപോലെ തന്നെ അവരുടെ ചാനലിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾ ഇത്തരം വാർത്തകളൊന്നും കൊടുക്കരുത്, നിങ്ങളുടെ ചാനലിൽ ഞങ്ങളും കൂടെ ഷെയർ തരുന്നതല്ലേ, ഇത്തരം വാർത്തയൊക്കെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് ഗൾഫിൽ നിന്ന് വരെ വിളിച്ച് ചോദിച്ചേക്കാം. കാരണം അത്തരം ചില കാര്യങ്ങൾ മുൻപ് അവിടെ നടന്നിട്ടുള്ളതാണേ.